ഹലോ ഹായ്. ഞാൻ ഇന്നൊരു കോളിഫ്ലവർ കൊണ്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾക്കിവിടെ ഫ്രൈ എന്നാണ് പറയുന്നത്, ചിലത് പക്കോട എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഞാനിത് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴുകി എടുത്തതാണ്. അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ ചെറിയ മുറിച്ചിടുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കോളിഫ്ലവർ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. അപ്പം നമുക്കിത് ഫ്രൈ ഉണ്ടാക്കൽ ബാറ്റർ തയ്യാറാക്കാം. ഇത് മൈദയാണ്. മൈദയും ഇത് കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്തു. ഇനി അതിനകത്തിട്ട് ശകലം മുളക് പൊടിയെ, സ്വല്പം മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, ശകലം പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നമുക്കിത് വെള്ളം ഒഴിച്ച് ബാറ്ററാക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. നമ്മൾ കോളിഫ്ലവറിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിപ്പം നന്നായി മിക്സായിട്ട് കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് ബാറ്റർ പിടിച്ചു. ഇനി നമുക്കത് 5 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി. നമുക്കിനി കോളിഫ്ലവർ വരാൻ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അത് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് തിരിച്ച് നോക്കിയിട്ട് കോരിയെടുക്കാം. അപ്പം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയി. കണ്ടോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളതും കൂടെ ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എൻ്റെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി. ഞാനത്തെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ വന്ന് പരീക്ഷിച്ച് നോക്കണം ഇതേ.